അതന്നെ 11 മണിക്ക് പോയിട്ട് 12 മണിക്ക്. ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ കളിയാക്കൂട്ടോ. ഈ കൂട്ടുകാരേന്ന് വിളിക്കുന്നിട്ട് എന്നെ അറിയുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ ഹായ് കൂട്ടുകാരേന്ന് വിളിക്കും ഇപ്പോൾ എന്നെ കാണുമ്പോഴേട്ടോ. അപ്പോൾ ഇന്ന് മാറ്റി പിടിക്കാം. പ്രിയപ്പെട്ട എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഹായ് അല്ല ഹലോ ഗൈസ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യാം. ഞാൻ മാറ്റി പിടിച്ചാണ് കേട്ടോ. ആൾ വീഡിയോയിൽ വരാൻ ബുദ്ധിമുട്ടായിട്ട് ആൾ വേഗം അങ്ങോട്ട് പോയതായിരുന്നേ. പിന്നെ തിരിച്ചങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഇത് എന്നത്തെ വീഡിയോ ആണെന്നറിയാം, കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് പിടിച്ചു വെച്ച വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ചത്തെ ഒരു പ്രധാന സംഭവമാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ രാവിലെ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ അട ചുടുന്ന ഒരു വീഡിയോ ഒക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഡിലീറ്റ് ആയിപ്പോയിട്ടോ. അറിയാതെ ഡിലീറ്റ് ആക്കി പോണതാണ് കാര്യം. അപ്പോൾ രാവിലെ അടയൊക്കെ ചുട്ട് ചായ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ ഇന്നത്തെ കടയിൽ പോയത്. ഞങ്ങൾ രണ്ടാളും കൂടി അട ചുട്ടതും ചായ കുടിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, എനിക്ക് തോന്നുന്നു കുറേ ദിവസമായില്ലേ, അപ്പം ഡിലീറ്റ് ആയി പോയി കാണും. അങ്ങനെ സാധനം കൊണ്ടുവന്ന കൂടുതൽ എന്നോട് പറഞ്ഞു ഒരു ഗ്ലാസ് മിൻറ്റ് ചായ ഉണ്ടാക്കി കൊണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ആ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ആ ചായ അടുപ്പത്ത് വെച്ച സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കഷ്ണം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു 4 കഷ്ണം മീൻ ഉണ്ടായിരുന്നല്ലോ. ആ വേഗം മസാല പറ്റിയതാ കുഞ്ഞു ചെരുവത്തിൽ ആ മീനാട്ടോ കാണിച്ചത്. മസാല പറ്റി അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞായറാഴ്ച ദിവസമല്ലേ, എന്തായാലും അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ച ദിവസം, കാരണം ഉത്സവമൊക്കെ വരാൻ പോവുകയാണല്ലോ. അങ്ങനെ വിചാരിച്ച ദിവസമായിരുന്നു. പക്ഷെ അന്ന് രാവിലെ തന്നെ ആദ്യക്കുട്ടനും അച്ഛനും പനി ആയതുകൊണ്ട് ഒരു 2 ആളും കൂടെ ആശുപത്രിയിൽ പോയതാണ് കേട്ടോ മരുന്ന് വാങ്ങാൻ വേണ്ടി. ആദ്യക്കും മരുന്ന് വാങ്ങണം, ചേട്ടായിക്കും മരുന്ന് വാങ്ങണം. അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങാൻ പോയി. ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച മാത്രം താഴോട്ട് പോകണില്ല, കാരണം വണ്ടിയില്ല. അപ്പം വണ്ടി ഉണ്ടെങ്കിലേ എല്ലാവർക്കും കൂടെ പോക്ക് നടക്കുകയുള്ളൂ. പിന്നെ നടന്ന് പോകണം. അപ്പം താഴത്തെ പണി കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്കും മടുക്കും കേട്ടോ. ഒരാൾ ഞാൻ ക്യാമറ പിടിച്ചിട്ട് കണ്ട മുഖം തിരിച്ച് നടന്ന് വരുന്നുണ്ടോ. മഴ കാണിക്കാതെ അങ്ങോട്ട് തിരിഞ്ഞ് നടന്നു വന്നിരിക്കുക. ആദി നീ ഇങ്ങോട്ട് വാ, വണ്ടി പോയിട്ട്. അവൻ ആ വണ്ടി നോക്കി നിൽക്കുക, അവർ തിരിച്ചു പൊക്കോളും. അങ്ങനെ പിന്നെ ചേട്ടൻ ഞങ്ങളെ എന്ത് ചെയ്തു, വീടിൻ്റെ താഴെ ഇറക്കി തന്ന്. ഏട്ടനെ പണിക്ക് പോകാനുണ്ട്. അപ്പോൾ ഇങ്ങനെ പണിക്കും പോയി. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് കയറിപ്പോയിട്ട് ആദ്യം മരുന്നൊക്കെ വാങ്ങി. അപ്പം പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു അന്ന് ക്ലീനിങ് മൊത്തം ഒന്ന് ചെതിലൊക്കെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒന്ന് തട്ടിയതാണ്. ഇന്നും അങ്ങനെ തന്നെ ചെതിലൊക്കെ തട്ടി നല്ല ക്ലീൻ ചെയ്യാമെന്നൊക്കെ ഓർത്തു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ കുടു അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ചേട്ടൻ പൊറാട്ട വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. കുടു കുടിപ്പിച്ച് ചിന്തി പോവും. ചിന്തി പോവരുത്. ആ സാരില്ല. അങ്ങനെ വെള്ളം ഞങ്ങളെ വീട്ടിൽ ആർക്കും സ്വന്തമായിട്ട് മരുന്ന് കുടിക്കാൻ അനുവാദമല്ല കേട്ടോ. കുടു തരും, കുടു വായിലിട്ട് തരും, ഞങ്ങൾ കുടിക്കുക എന്നുള്ളതാണ്. അതുപോലെ ആദ്യക്ക് മരുന്ന് കൊടുത്താണ് അത് കേട്ടോ. പിന്നെ ഞാൻ വേഗം അടുക്കളയിലോട്ട് കറീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി കയറിയപ്പോൾ മോനച്ചോണ്ട് പറഞ്ഞു, മോൻ്റെ തുണി പിഴിഞ്ഞിടാണ്ട് നീ അന്ന് പിഴിഞ്ഞിടണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവനാണ് എല്ലാ തുണിയും പിഴിഞ്ഞിട്ടത്. മിഷനിലായിരുന്നു ഓരോരുത്തർ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കല്ലിൽ അലക്കാനുള്ളത് പിന്നെ മാറ്റി വെക്കലാണ്, അത് പിന്നെ അലക്കും. അപ്പം മോനാണ് എല്ലാം പിഴിഞ്ഞിട്ടു കേട്ടോ. അപ്പോഴത്തേക്കും ഞാനും ആദ്യക്കുട്ടനും കൂടി കറിക്കുള്ളതൊക്കെ നോക്കി. ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് വെക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വേഗം കറി ആക്കി വെച്ച് നമുക്ക് വേഗം പണിയൊക്കെ എടുക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിയൊക്കെ നന്നാക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ, കുടു കിടക്കയിലുള്ള കമ്പിളിപ്പുതപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഇരിക്കുന്ന കട്ടിലേലുള്ള പുതപ്പ് ഞാൻ അലക്കാനിട്ടതിന് അവൻ പിണങ്ങി വഴക്കുണ്ടാക്കി കരഞ്ഞു. ആ പുതപ്പ് തന്നെ വേണം, വേറെ പുതപ്പ് തരാമെന്ന് പറഞ്ഞാൽ ആദ്യക്കൂട്ടം പുതപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും പറ്റില്ല, അവനെ പുതപ്പ് തന്നെ വേണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അലക്കാനിട്ടാൽ കൊടുന്ന് പറഞ്ഞിട്ടൊന്നും സമ്മതിക്കുന്നില്ലേ. അപ്പോൾ ആദ്യക്കൂട്ടൻ അലമാരയിലൊക്കെ ഉള്ള പുതപ്പ് മുഴുവനും കൊണ്ടുവന്ന് ചോദിക്കുന്നുണ്ട്, ഇത് മതിയോ അവനത് പോരാ, അവൻ്റെ തന്നെ വേണം.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഞാൻ ഉള്ളി നന്നാക്കി കൊടുത്തോളൂ കേട്ടോ. ആദ്യക്കൂട്ടനാണ് ഉള്ളി അരിഞ്ഞ് തന്നതൊക്കെ. ആദ്യക്കൂട്ടം ഉള്ളി അരിഞ്ഞ് തന്നപ്പോഴത്തേക്കും ഞാൻ വെളുത്തുള്ളിയൊക്കെ തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ചതച്ചെടുത്തു. പിന്നെ ഇവരെല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് ഞങ്ങളങ്ങനെ ആഘോഷമായിട്ട് അങ്ങോട്ട് ഓരോ ദിവസം കഴിഞ്ഞു പോകും കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു. നോക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല, വെളിച്ചെണ്ണ കുപ്പിയിലേക്ക് ഒഴിച്ചെടുത്തു. ഞങ്ങൾ 3 ആളും കൂടി ആയിരുന്നിട്ട് കുക്കിങ്. പക്ഷേ ചിക്കൻ കറി ഞാൻ ഇങ്ങനെ ആയി പോകുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കാൻ നേരത്ത് ഞാൻ ഒരിക്കലും ഇങ്ങനെ എല്ലാം ആക്കി വെക്കാറില്ല, അതൊക്കെ എടുത്ത് അങ്ങോട്ട് ആ സമയത്ത് അങ്ങ് ചെയ്യാറാണ്. പക്ഷേ ഇന്ന് എല്ലാം ആക്കി വെച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ചിക്കൻ കറി വല്ലാത്തൊരു അബദ്ധം പറ്റി. ചിക്കൻ കറിയിൽ ചട്ടി ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്തൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. നല്ല അടുപ്പിൽ വിറകൊക്കെ കത്തി ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുമ്പോൾ ലേശം കുറവാണ് ഉണ്ടാവാറ് സാധാരണ. ഇന്ന് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്തായാലും കേട്ടോ. ആദ്യം എവിടെ ഇട്ടേ കടു? വെളിച്ചെണ്ണ തന്നെയാല്ലേ. കുടും കൂടി വന്നാൽ കഴിഞ്ഞ കഥ, അവൻ വരാതെക്കട്ടെ. അവനും കൂടി ഇടേണ്ടി വരും. ഞാനിടാം, ഞാനിളക്കാം. പൊട്ടിത്തെറിച്ചില്ലല്ലോ കൊടു ആദ്യം കടു. നിനക്ക് ഭാഗ്യമില്ലടാ. പൊട്ടിയില്ലല്ലോ ഇതുവരെ. പൊട്ടിയോ? പൊട്ടി. ഞാൻ ഉള്ളി ഇടും. ഇളക്കരുത്, നീക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ 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 ഇതാക്കരുത്. അങ്ങനെയല്ല, അങ്ങനെയല്ല. ആ കൈ വെള്ളു കേട്ടോ. ഇതല്ല മതി, നോക്കിക്കോ. തീ നല്ല തീയാണ്. നോക്കിക്കോ. അരിയോ? കരിഞ്ഞില്ലല്ലോ. കരിഞ്ഞ മതി. കരിയുന്നുണ്ടോ അമ്മ? അമ്മ കരിയുണ്ട്. ചിക്കനും എടുത്തായിരിക്കട്ടെ. സവോള ഇട്ടില്ല. ആ ശരിയാ. ആ ചിക്കൻ ഇട്ടിട്ട് അതിൻ്റെ നല്ല സവാള ഇടാം. ഫസ്റ്റ് ചിക്കൻ ഉണ്ട്. സവാള എടുക്കും ഇടല്ലേ. സംഭവം മറന്നുപോയതാട്ടോ. ഇനിയിപ്പോ ഇങ്ങനെ ആക്കാം. പൊള്ളുന്നല്ല, ചൂടാ. പക്ഷേ ഇങ്ങനെ ആയി പോയല്ലോ. അതാണ്. അതെന്താണെന്നറിയോ, ഇങ്ങനെ വീഡിയോ പിടിച്ചതിൻ്റെ ഓർമ്മയില്. അയ്യോ, മഞ്ഞപ്പൊടി ഇട്ടില്ല. കത്തി ഇടണമെന്നൊക്കെ ഞാൻ ഇനിയിപ്പോൾ പച്ചമുളകും പച്ചക്കായി. ഇനിയിപ്പോൾ എല്ലാം ഇങ്ങനെ അതെ, ചൂടുള്ളതുകൊണ്ട് ഇറക്കാൻ പറ്റില്ല. ചിക്കൻ മസാല ലേശം ഇടണമെന്നൊക്കെ വിചാരിച്ചു. ഓ, ഞാൻ ഉള്ളി വാടുമ്പോൾ ഉള്ളി വാടി കഴിഞ്ഞിട്ട് വേണം മുളക് പൊടി മല്ലിപ്പൊടി ഇടുക. എന്നിട്ട് ആക്കാന്നൊക്കെ വിചാരിച്ച, പക്ഷേ ഇങ്ങനെയായി. കല്ലാട്ടോ. പൊടിയപ്പുണ്ടല്ലോ. ഉപ്പ് കല്ല ഇടുന്നേ. ഉപ്പ് കല്ലാണ് ഞാൻ ഇടാറ്. അത് ഇടണ്ട, അത് ഇടണ്ട. ആദ്യം കൂട്ട, അത് വേണ്ട. ബാക്കിയുള്ളവർക്ക് കാല് കിട്ടുക. ബാക്കിയുള്ളവർക്ക് കാല് കണ്ടു വെച്ചു. ആ കാലം എനിക്ക് വേണേ. ചിക്കൻ മസാല ഞാൻ ഇടാം. നീ കൂടി പോവും. ഇല്ല, എടാ കൂടരുത്. കുറച്ചിട്ട് എല്ലാം കൂടി ഇടരുത്, കുറച്ചിടാവൂ. കുറച്ച് വിട്ടാലും മതി.
ഇതിന്ന് എന്താവും അറിയില്ല കേട്ടോ. ഞാൻ വെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കറിയാണിത്. പിന്നെ എന്താവും എങ്ങനെയാവും രുചി ഉണ്ടാവും എന്നൊക്കെ തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. മതി. എനിക്ക് പേടിയാ. മസാല ഗരം മസാല അത് കുറച്ച് ചെയ്യട്ടെ. ഇങ്ങനെ തിന്നാലേ അങ്ങനെ പൊറാട്ടയ്ക്ക് ചാറ് വേണ്ടേ? ചാറ് വേണ്ട, ഗ്രേവി വേണ്ടി. പൊറോട്ടയ്ക്ക് ചാറ് വേണം. അത് തന്നെ, പൊറാട്ടയ്ക്ക് കറി വേണം. ആ കറി ഇട്ടതൊക്കെ തലകുത്തുകയാണെങ്കിൽ വേഗട്ടെ. ഓക്കെ, അങ്ങനെ കറി വെച്ചത് കണ്ടില്ലേ, ഒക്കെ തലേങ്കുത്തിനെയാണെങ്കിൽ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് അടിപൊളി തന്നെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോദിച്ചു കുറച്ച് വിറക് വെറുക്കാം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ കൂടത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ, ഷോർട്ട് വീഡിയോ. അത് അപ്ലോഡ് ചെയ്യാനെങ്കിൽ വീട്ടിൽ റേഞ്ചില്ല. അപ്പോൾ ആ തോട്ടത്തിൽ ഫോൺ കൊണ്ടുപോയി വെച്ച് ഞങ്ങൾ കേട്ടോ. തോട്ടത്തിൽ ഫോൺ കൊണ്ടുപോയി വെച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങൾ എന്തൊക്കെയോ പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് മോൻ ആദ്യക്കൂട്ടം പോയി നോക്കിയപ്പോൾ അത് അപ്ലോഡ് ആയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് പിന്നെ ബാക്കി വീഡിയോ പിടിച്ചത്. അപ്പോഴത്തേക്ക് ഉച്ചയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വേഗം എന്ത് ചെയ്തു, മറാലയൊക്കെ തട്ടി ചെതലൊക്കെ ചെതലുണ്ട്. പിന്നെ നമ്മൾ ശേഷം വീടിൻ്റെ മുൻവശത്തെ ഒരു മൂല താഴത്തുനിന്ന് അമ്മ പറയലുണ്ടായിരുന്നു കേട്ടോ, അവിടെ അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് എന്തെങ്കിലും കുത്തു കൊടുക്കണം എന്നൊക്കെ. എന്നും നേരം വെളുക്കുന്നു രാത്രിയാണ് കയറി വരുന്നു എന്നുള്ള അവസ്ഥയായതുകൊണ്ട് പറഞ്ഞ അവസാനം അത് വീണു കേട്ടോ. മുൻവശത്തെ മൂല വീണു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാമ്പ് കുറച്ച് 1-2-3 വട്ടമായിട്ട് ഞങ്ങൾ പാമ്പിനെ കണ്ടതുകൊണ്ട് ഒരു പേടി ഇപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആദ്യമായാലും എല്ലാവരും ആയാലും അവിടെ ഇവിടെ ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോലൊക്കെ ഇട്ട് എല്ലാ ഭാഗത്തുനിന്ന് കുത്തിയൊക്കെ നോക്കി. അപ്പോൾ ആരെയും കണ്ടില്ല കേട്ടോ, ഇപ്രാവശ്യം ആരെയും കണ്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അകമൊക്കെ അടിച്ചു വരാൻ നിന്നപ്പോഴത്തേക്ക് ആദ്യക്കൂട്ടൻ നല്ല മിടുക്കനായിട്ട് മുറ്റടിച്ചു വരണ്ടേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആദ്യക്കൂട്ടൻ ഇവർ രണ്ടുപേരും ചെയ്യുന്നതിൽ അടിച്ചു വരാനൊക്കെ ആദ്യം നല്ല വൃത്തിയായിട്ട് അടിച്ചു വരും കേട്ടോ. മോനച്ചും ചെയ്യും കേട്ടോ, അടിച്ചു വാരും, അതുപോലെ തന്നെ തുടയ്ക്കും. എല്ലാവരും കൊടുവങ്ങാനും കണ്ടാൽ കൊടുവിനും വേണം. അപ്പോൾ ചൂലിന് വേണ്ടി അടിയാവും കേട്ടോ. ഇപ്പോഴൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴൊക്കെ എന്താ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയാറുണ്ട് അവരോട്, വീട്ടിൽ ഇനിയുള്ള കാലത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെല്ലാവരും തന്നെ പഠിച്ച് ജോലി ഇനിയിപ്പോൾ എന്തെങ്കിലും ജോലിക്ക് പോകുന്നവരായിരിക്കും. അപ്പോൾ അവരും നിങ്ങളും ഒരുപോലെ പണിയെടുത്ത് ജീവിക്കേണ്ട കാലമാണ് ഇനിയുള്ള കാലം. അല്ലാതെ പെൺകുട്ടികൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലെ പണികൾ തീർത്ത് ഭക്ഷണം വിളമ്പി തരിക എന്നുള്ളൊരു കൺസെപ്റ്റ് ആൺകുട്ടികൾക്ക് വേണ്ട എന്നുള്ളത് തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമുക്കറിയാമല്ലോ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പം ഞാൻ പറയുന്നത് അവർ ചെയ്യുന്ന കൂടെ ഇവരും ചെയ്യണം. ആൺകുട്ടികളാണ്, അവർക്ക് കൈ നനയാൻ പാടില്ല എന്നൊന്നുമില്ല. അവർ ജോലിക്ക് പോകുന്നുണ്ട്, ഇവരും ജോലിക്ക് പോകുന്നുണ്ട്. രണ്ടുപേരും വരിക, അവനവൻ്റെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് ആൺകുട്ടികൾ പ്രത്യേകിച്ച് ഇനിയുള്ള കാലം അറിയേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആവണം നമ്മൾ ആഗ്രഹിക്കാന്നേ ഉള്ളൂ. ഓരോരുത്തരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും അവരുടെ ചിന്താഗതി നമുക്കറിയില്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാമെന്ന് മാത്രം. അങ്ങനെ എന്തായാലും വേണ്ടില്ല, നമ്മൾ ഓരോരുത്തരെ പണിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച എന്താണേലും ഞങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു കേട്ടോ. അടിക്കലും പിന്നെ അയൽക്കൂട്ടത്തിന് പോകാനുണ്ടല്ലോ എന്നോർത്ത് നോക്കുമ്പോൾ അയൽക്കൂട്ടത്തിന് പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ പഴയ വീടിൻ്റെ അടുത്താണ് അയൽക്കൂട്ടം കൂടേണ്ടത്. അപ്പോൾ അവിടേക്ക് വരണമെങ്കിൽ വണ്ടിയില്ല. അപ്പോൾ പിന്നെ തിരിച്ച് അത് അയൽക്കൂട്ടത്തിന് പോകണ്ടെന്ന് വെച്ചു ഞങ്ങൾ. അങ്ങനെ ഓർക്കും. അങ്ങനെയൊക്കെ നിന്നപ്പോഴാണ് താഴത്തുനിന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേനയുണ്ട്, ചേനയല്ല കാച്ചിൽ കേട്ടോ. അപ്പം കാച്ചിൽ പറിക്കാൻ കുറേ ആയി അമ്മ പറഞ്ഞിട്ട്, അത് പറിക്കണം, ഒരു ഒഴിവുള്ള ദിവസം പറിച്ചോളൂ വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും ആ കാച്ചിൽ അങ്ങോട്ട് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തേക്കും ആ കാച്ചിൽ പറിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കാച്ചിൽ പറിച്ച് മേലൊക്കെ കഴുകിയാൽ മതി എന്നുള്ളൊരു ഇതിൽ. അപ്പോൾ കുറേ ആയിട്ട് എനിക്ക് തോന്നുന്നു കല്യാണമൊന്നും കഴിഞ്ഞാൽ അങ്ങനെ വീട്ടിൽ കാച്ചിലൊക്കെ നടും നമ്മൾ പറിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം കപ്പ ഇങ്ങനെ പറിച്ചിട്ടുണ്ട്. കപ്പ നട്ടിട്ടുമുണ്ട് പറിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ചെയ്യാമെന്ന് ഓർത്തപ്പോൾ എന്നാൽ ബാക്കിയുള്ള തുണികളും കൂടി ഒന്ന് അലക്കിയിടാം. അപ്പം അങ്ങനെ അകത്തെ പണികളെല്ലാം കഴിഞ്ഞു, അടിക്കലും തുടയ്ക്കലും
അടിക്കലും കഴിഞ്ഞു. മക്കളും കൂടെ കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ അലക്കാൻ പോയി. അലക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ തോർത്തുകളൊക്കെയാണ്. തോർത്തുകളൊക്കെ എന്നും തോർത്ത് അലക്കൂല. അപ്പോൾ ഇവർ പ്രത്യേകിച്ചും തോർത്തുകൾ എന്നും അലക്കൂല കേട്ടോ. ഞാൻ എന്നിട്ട് പറയും അലക്കിയില്ലേലും വേണ്ടിയില്ല, അതൊന്ന് കുളിച്ച് കഴിയുമ്പോൾ നല്ലപോലെ കഴുകണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ചെയ്യാവുന്നിടത്തോളം ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഈ ഭിത്തീൻ്റെ ഇടയിൽ അവിടെയൊക്കെ ചെറിയ മടകളാണ്. മട എന്ന് പറഞ്ഞാൽ ഓട്ടകളുണ്ട്. അപ്പം ഈ എലിയൊക്കെ ഉണ്ടാക്കി വെച്ച ഓട്ടയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ മണ്ണ് ചാടുമ്പോൾ ഞാൻ നോക്കുകയാണ് കേട്ടോ എന്താണ് അവിടുന്ന് വരുന്നതെന്ന്. അങ്ങനെ ഞങ്ങളെ എല്ലാ പണികളും കഴിഞ്ഞു. അകത്തേയും പുറത്തേയായിട്ട് അടിക്കലും തുടയ്ക്കലും എല്ലാ പണികളും കഴിഞ്ഞു. ചോറ് ഒക്കെ ആയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഭക്ഷണം, അന്ന് സത്യം പറഞ്ഞാൽ നേരത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം ഇങ്ങനെ ഓരോന്നുമായിട്ട് നടന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കൽ നേരത്തിന് നടന്നിട്ടേ ഇല്ലാത്തൊരു ഞായറാഴ്ചയാണ് അന്ന് രാവിലെ തന്നെ ചേട്ടായി പൊറോട്ട വാങ്ങി കൊണ്ടുവന്നതുകൊണ്ട് രാവിലെ ഞാൻ അട കഴിച്ചു. ഇവരൊക്കെ പിന്നെ പൊറോട്ട കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ അതേ കഴിക്കുള്ളൂ. ഞാൻ ഉണ്ടാക്കിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ ലേശം ചോറ് കഴിച്ചു. അപ്പോഴും ഇവർക്ക് പൊറോട്ട മതി കേട്ടോ. പിന്നെ വല്ലപ്പോഴും അല്ലേന്ന് ഓർത്ത് നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ച് വറക്കിയാണ്. ഇവിടെ മുരട് നോക്കട്ടെ. ഇവിടെ എവിടെയാണ് എൻ്റെ മുരട്? അവിടെ തന്നെ. ഇപ്പോൾ ഒരു സംഭവം നടക്കും. ഇനിയാണ് നടക്കാൻ പോണ കഥ. ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് വെച്ചു. ആ കുടുവിനെ കൊടുത്താൽ കുടു അങ്ങോട്ട് വെച്ചോളൂ. അതല്ലടാ, നമ്മൾ വെള്ളം ഒഴിച്ച സ്ഥലം മാറിപ്പോയി. വേറെ എവിടെയോ വെള്ളം ഒഴിച്ച്. അതല്ല ഇവിടെയാണ്. അടക്കെ അയ്യോ എല്ലാരും ചമ്മിപ്പോയി. ഇത് വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. നമ്മൾ നോക്കാം. അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, കാച്ചിൽ പറിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ വെള്ളം ഒഴിച്ചതെന്ന് മനസ്സിലായോ? അതായത് അമ്മ പറഞ്ഞതാണ്, കാച്ചിൽ പറിക്കുമ്പോൾ നമ്മൾ ആ പറിക്കേണ്ട ഭാഗത്ത് നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മണ്ണൊന്ന് പൊതിരും. അപ്പോൾ പറിക്കാൻ എളുപ്പമാണ്, മണ്ണ് ഇളകാൻ എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ചാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അന്ന് വീഡിയോ പിടിച്ചു തരാൻ മോനുസിന് ഭയങ്കര മടിയായിരുന്നു. മോനുസിനെ ഞാൻ കുറേ വിളിച്ചു. പിന്നെ ആദ്യക്കൂട്ടന് അതുമാത്രം ഐറ്റും ഇല്ലല്ലോ. അപ്പോൾ അവൻ അറിയുന്ന രീതിയിലൊക്കെ അവൻ പിടിച്ചു തന്നാണ് കേട്ടോ. വീഡിയോയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ചേക്കണേ. കാരണം അവൻ എത്തുന്നില്ല. പിന്നെ അവൻ അവിടെ ഇവിടെയൊക്കെ പോയി നിന്നിട്ടൊക്കെയാണ് കേട്ടോ എനിക്ക് പിടിച്ചു തരുന്നത്. മോനുസിനെ അന്ന് കുറേ വിളിച്ചു. പക്ഷെ അവൻ എന്ത് ചെയ്താൽ വരുന്നില്ലായിരുന്നു. അവന് TV കാണണമെന്ന് പറഞ്ഞ് അവനോട് ഇത്. പിന്നെ ഞാൻ ഓർത്ത് വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട, നമ്മൾ ഇതാവണ്ടെന്ന് ഓർത്തിട്ട് ഞാനും ആദ്യക്കൂട്ടനും അങ്ങോട്ട് പറിക്കാൻ തുടങ്ങി. അപ്പം താഴത്തുനിന്ന് അമ്മയും ചേച്ചിയൊക്കെ അപ്പോഴത്തേക്കും കയറി വന്നു കേട്ടോ. ഇനി ഞങ്ങൾ കാച്ചിൽ പറിക്കലൊരു അപാര സംഭവമായി മാറിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. കാണുന്നുണ്ടോ? ഓ കേറുണ്ടെന്ന് തോന്നുന്നുണ്ട്. ശ്വാസം മുട്ടിയിരിക്കൂലല്ലേ? കാണുന്നുണ്ട്. ആച്ചിലുണ്ടാവും. കഴിഞ്ഞാലും പറിക്കാത്ത. ചെറിയൊരു പൊട്ടുണ്ട്. ഓ ചെറുതാണ് പോട്ടെ. ഇതിനോണ്ട് മാന്തി ഇത് ചെറുക്കെടുത്ത് മാന്തി ചിരട്ടെടുത്ത് മണ്ണ് മാന്തി കൊടുക്കാൻ പറ്റും. വെള്ളക്കാട്ടിലാ. വെള്ളയല്ലേ? അല്ല, വയലറ്റ് ആണല്ലോ. അല്ല പുറം കളറ്. പുറം കളറ് വയലറ്റ്. മോന്റെ ചിരട്ടതാ ചാക്കില് കൊടു. ആദ്യം ഓ അടുപ്പിൽ ചിരട്ടൊക്കെ ഉണ്ട്. ഇവിടുത്തെ അടുപ്പിൽ വെക്കാലോ. പൊട്ടത്തിയ മറ്റേ മാടം കൊണ്ട് മാന്തി. അല്ല അതൊക്കെ വേണം. അതിനെന്താ ആദ്യം കൂടെ ഇവിടെ മാത്രമേ കിട്ടുന്നുള്ളൂ. മാത്രം ആദ്യം ഇത് ഇന്ന് കിട്ടുമോന്ന് കിച്ചല്ല കേട്ടോ. ആദ്യം അങ്ങോട്ട് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. കുഞ്ഞു വേണ്ട, കുഞ്ഞു വേണ്ട, മാത്രം മതി. ഓരോരൊക്കെ ചെയ്യല്ല. ഈ മൂലയിൽ നിന്ന് അടുത്ത താഴത്തേക്ക് പോയാലുള്ള സ്ഥിതി അങ്ങോട്ടൊന്നും പോണ്ട. ഈ ഇതിലൂടെ തന്നെ അവിടെ മതി. കണ്ണുണ്ടോ? ഇത് കെട്ടിയിട്ട് അറിയാം.
അല്ല പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ അടി കൂടെ ചുക്കിയിട്ട് ഇങ്ങനെ പൊതിക്കാൻ. ചേന കുത്തിയോ കാറ്റിലോ സാധനം ചേനയോ കാച്ചിലോ ഇത് കാച്ചിലാണോ? ഒരു കാച്ച ചായേ കണ്ടിക്കാൻ കണ്ടിക്കഴിഞ്ഞാലേ ഇവിടെ കാച്ചിൽ പോയി. ഞാനും എൻ്റെ കുട്ടായും മുകേഷും നമ്മളെ കൂടി. അപ്പം ഞാൻ അവിടെ പോയി. ഞങ്ങൾ അടുത്തടുത്ത് കണ്ടുകൊണ്ട് വീടുണ്ട്. ഞാൻ അമ്മയടുത്ത് പോയാൽ ഉടനെ ഞാൻ മുകളിൽ പാപ്പനാറ് പോയി. അപ്പോൾ ഇവർ ചായ അടിച്ച് കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പോയി പാപ്പനാറ് പോയി. അപ്പോൾ ഇവർക്കൊക്കെ അമ്മായി ചായ കൊടുത്തിനെ. എന്നിട്ട് ഇവരോട് ചോദിച്ചാൽ മോനെ ആടെ ഇങ്ങനെ ഇത് പിടിച്ചു താത്തി കൊടുക്കും കമ്പി താത്ത. ഇതെന്താ സാധനം? ഈ തൂമ്പക്കൈ അവിടെ വെച്ചിട്ട് അതിൻ്റെ അടി വെച്ചു എന്നിട്ട് താത്തി. അയ്യോ കുഞ്ഞങ്ങോട്ട് വീണു പോയി. അന്നെങ്കിലും അത് പൊങ്ങുള്ളൂ. തൂമ്പക്കൈ ഇങ്ങനെ ഇളകുന്നൊക്കെ അതിൻ്റെ കമ്പി ചവിട്ടടാ. അത് പിടിച്ചില്ല അവർക്ക്. ചേച്ചിയുടെ കൈ ചോട്ടല്ലേ കുട്ടി അങ്ങോട്ട് വീണ്. എനിക്ക് പേടിയാണ് റോട്ടുമ്പിൽ ഈ മേൽമരത്തുമ്പോ പിടിച്ചണോ? ഓനൊന്നും ചാടിയാലോ അതിലാവൂല. അനങ്ങണ്ട് കുട്ടി അക്കത്തെ പോലെ എനിക്ക് പേടിയാണ്. പിടിച്ചട്ടോ അല്ലാണ് ആരാണ് ആരാ അനങ്ങുന്നേ? ആരാ ഇറങ്ങണ? കാച്ചില് തന്നെ കാച്ചിന് മെല്ലെ ഒന്ന് ഇളകുണ്ട്. ഇളകണ്ട് ആ മണ്ണ് മതിയമ്മ കൂടെ ഇങ്ങോട്ട് കയറില്ല. കുടിന്റെ മേലേക്ക് ആവും മാറിക്ക്. കുറച്ച് സ്ഥലം ആ മൂലയാ. ഈ മൂല അല്ലേ? ഇനി അപ്പുറത്ത് ഇളക്കാൻ ആ ഇറങ്ങി ഇവിടെ. അങ്ങനെ എന്തായാലും വേണ്ടില്ല, ഞങ്ങൾ അപ്പുറവും ഇപ്പുറവും നിന്ന് കുറേ മാന്തി ഇളക്കി കുത്തി വലിച്ച് ഇതാ വരുന്നു കാച്ചില്. ഞങ്ങൾ പറിച്ചു മക്കളെ. അതന്നെ പൊങ്ങി പോർച്ചേ. പൊക്കാൻ പോകണടാ മുന്നിലല്ല, ഇവിടെ പൊക്കട വള്ളി പൊക്ക് മുന്നില. ഇവിടെ പൊട്ടുണ്ട് പൊന്തിക്കാടാ ചെങ്ങായേ. അയ്യോ ചമ്മി ഇങ്ങോട്ടേക്ക്. അയ്യോ അങ്ങോട്ട് നടക്ക്. രണ്ട് വർഷം ഇവരോട് മതി കക്കണ്. വെട്ടുമ്പോ വേണമെങ്കിൽ വള്ളി പോയില്ല. അതന്നെ കൂടെ അടുത്തുണ്ടോ? അതില്ലേ ആവുണ്ടോ? അത്ര ഉണ്ടായില്ലാവും. 2 കൊല്ലം പൊട്ട പൊന്തിക്കാനാവൂല കേട്ടോ. അതിന് മാത്രം ഉണ്ട്. കണ്ണൊക്കെ ഇരുന്ന് ആരും കൊടുവാടുത്തിട്ട് വരുമ്പോൾ അതിന്റെ അകത്തേക്ക് കൊടുത്തിട്ട് അടുത്തനൊക്കെ അല്ല ഞാൻ കൊണ്ട എടുത്തതാ. മനസ്സ് പോലും വിചാരിക്കാത്ത നിങ്ങളിവിടെ വരുമെന്ന് കാച്ചിൽ പറിക്കും തിന്നൂന്ന്. കാച്ചിൽ പറിക്കാൻ ഞങ്ങൾ വരും നിങ്ങൾ വിചാരിച്ചില്ല അല്ലേ? ഇതെന്താ കൂടെ സാധനം? തേങ്ങ. തേങ്ങയല്ല ചേന. ചേനയല്ല കാച്ചില്. ആ അമ്മേ അതന്നെ. അങ്ങനെ ഞങ്ങൾ കാച്ചിൽ പറിച്ചു കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണുള്ള കാര്യം പറയാലോ ഇത്രയും വലിയ കാച്ചിൽ പറിക്കണത് കേട്ടോ. എൻ്റെ അമ്മയെ വലിച്ച് പറിച്ച് പൊളിച്ച് ഞങ്ങൾ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ചായയൊക്കെ കുടിച്ചു. കാച്ചിൽ പുഴുങ്ങണം എന്നൊക്കെ ഓർത്താ കേട്ടോ. പിന്നെ വേഗം കാച്ചിൽ പറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കാറ്റ് പോയിന് കേട്ടോ. പിന്നെ കുടുവിനും ചായ അപ്പമൊക്കെ കൊടുത്ത് അത് തീറ്റ കൂടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞങ്ങൾ കാച്ചിൽ പുഴുങ്ങാൻ വേണ്ടി പോയത് കേട്ടോ. നിങ്ങൾ തിന്നുവോ? തിന്നൂലേ? കുടു തിന്നൂലേ? അതെന്ത് പണിയാ? കുടു തിന്നണം. തിന്നൂല? നമുക്ക് കുറച്ച് 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 ഇത് മതി നമുക്കല്ലേ? 4 വർഷം വേണം. 4 വർഷം വേണം.
ഇതുവരെ ആ തിന്നാനുള്ള അത്ര ഉണ്ടോ? അതാണല്ലേ ആ അത്രയും വേണം. അത് നിങ്ങൾക്ക് വേണോന്ന് അടച്ചേട്ടോ കട്ടാക്കാം. പിന്നെ ഞങ്ങൾ വേഗം കാച്ചിൽ കുറച്ച് എടുത്തുള്ളൂ കേട്ടോ, കാരണം ചോറുണ്ട്. അപ്പോൾ പിന്നെന്താ പറയുക, ഞങ്ങൾ എല്ലാവരും കാച്ചിൽ കഴിക്കൂല എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഓരോരുത്തർ. പക്ഷേ കഴിക്ക് വേണ്ടാന്ന് പറഞ്ഞവരൊക്കെ ആട്ടോ ഏറ്റവും കൂടുതൽ കഴിച്ചത്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് ഒരു 3-4 കഷ്ണം. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ, കാച്ചിലിങ്ങനെ അതിൽ നിന്ന് പൊട്ടിച്ചിങ്ങനെ എടുത്തപ്പോൾ ഞാനിങ്ങനെ പിടിച്ചിതാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊട്ടി പോരുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, എന്താണെന്ന് അറിയില്ല, അത്ര സന്തോഷം തോന്നി. ഇതൊക്കെ എത്രയും നമ്മളെ ആരോഗ്യത്തിന് അത്രയും നല്ല സാധനങ്ങളാണ്. അങ്ങനെ കാച്ചിൽ തൊലി ചെത്തി കഴിഞ്ഞതിന് ശേഷം 2-3 വട്ടം കൂടെ കഴുകിയിട്ടോ. പിന്നെ കാച്ചിലിന് ചെറിയൊരു കൊഴുപ്പ് ഉണ്ടാവും അതിൻ്റെ പുറംതൊലി കഴിയുമ്പോൾ കേട്ടോ. പിന്നെ ചെറിയൊരു ചൊറിച്ചിലും ഉണ്ടാവേ. അപ്പം കാച്ചിൽ ഇങ്ങനെ ചൊറിയുന്ന എനിക്ക് ചേമ്പ് ചൊറിയാറുണ്ട്, ചേനയൊക്കെ. പക്ഷേ കാച്ചിൽ വലിയ ചൊറിച്ചിലൊന്നുമില്ല, ചെറിയ രീതിയിലൊരു ചൊറിച്ചിലുണ്ട്. താഴ്ന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കാച്ചിലൊക്കെ കഴുകി മുറിച്ചിടട്ടെ. അങ്ങനെ പിന്നെ വേഗം ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചു. കാച്ചിലൊക്കെ ഞങ്ങൾ പുഴുങ്ങാൻ വെച്ചു കേട്ടോ. അങ്ങനെ എൻ്റെ ഇഡ്ഡലി ചെമ്പ് ശരിക്കും സ്റ്റീലിൻ്റെ ഇഡ്ഡലി ചെമ്പായിരുന്നു. അതിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു ഓട്ടയുള്ളത് കാരണം അതിപ്പോൾ ലീക്കാണ്. പക്ഷെ അടുപ്പത്ത് വെക്കുമ്പം കുഴപ്പമില്ല, കരി പിടിക്കുമ്പോൾ അതങ്ങ് കുഴപ്പമില്ല കേട്ടോ, ലീക്കാവുന്നില്ല. അങ്ങനെ ഇപ്പം എൻ്റെ സ്റ്റീലിൻ്റെ ഇഡ്ഡലി ചെമ്പ് ഇപ്പം കരി പിടിച്ച് ഇഡ്ഡലി ചെമ്പായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാച്ചിലൊക്കെ പുഴുങ്ങി നല്ല കാന്താരി പറിച്ച് ചമ്മന്തിയൊക്കെ പൊടിച്ചു. ഞാൻ കാന്താരി ചമ്മന്തിയൊക്കെ പൊടിച്ചൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കാണുന്നില്ല കേട്ടോ. ഇപ്പം തന്നെ കുറച്ചധികം സമയം എടുത്തു വീഡിയോയ്ക്കെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കാന്താരി ചമ്മന്തി, കാച്ചിലും കേട്ടോ. അപ്പം ഞങ്ങൾ കാച്ചിലും കാന്താരി ചമ്മന്തിയൊക്കെ കൂട്ടി കാച്ചിൽ കഴിച്ചു. ചോറാരും കഴിച്ചിട്ടില്ല കേട്ടോ അന്ന്. അമ്മേ, കുടുവിനെ കൊണ്ടുപോകാൻ ആൾ വന്നു, കുടു പോയി. ഞങ്ങളപ്പോൾ ഒറ്റയ്ക്ക് തിന്നാനോ കുടുവില്ലാതെ? കുടു കുറച്ച് കാച്ചിൽ അവിടെ നിന്ന് തിന്നായിരുന്നു. ഇന്ന് വന്നിട്ട് തിന്നാലേ എന്നാല്? എന്നാ പോയിട്ട് വാ. ആദ്യം ഇപ്പോൾ ഇത് തിന്നിട്ട് വിടാട്ടോ. ചേച്ചിയും പോയി, ആദ്യം കൂടും. ഞങ്ങൾ കാച്ചിൽ കഴിക്കാനിരിക്കാമെന്ന് ചോദിച്ച സമയത്താണ് അച്ചു കയറി വന്നത്. അച്ചുവും ആദിശയും കൂടെ വന്നു കുടുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. താഴേക്ക് കൊണ്ടുപോവുകയാണ്, ഡാൻസ് കളിച്ച് നോക്കാമെന്നും പറഞ്ഞ് അവനെ എടുത്തുകൊണ്ട് പോയിട്ടോ. അതിൻ്റെ മുമ്പ് കുറച്ച് കാച്ചിൽ കഴിച്ചായിരുന്നു കേട്ടോ, ഒരു 3-4 കഷ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഓർത്തു വന്നിട്ട് കഴിച്ചോട്ടെ എന്ന് ഓർത്തു. അങ്ങനെ അവൻ പോയി. ഞങ്ങളെല്ലാവരും കൂടി കാച്ചിലൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. എന്താ പറയുക, താഴത്തെ അമ്മേൻ്റെ കാച്ചിലുമാണ്. താഴത്തെ അമ്മേൻ്റെ കാച്ചിൽ, അതുപോലെ തന്നെ ചേനയും ചേമ്പൊക്കെ പറിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ കാണാഞ്ഞിട്ടാണ്, എനിക്ക് വീഡിയോ പിടിക്കണം, നിങ്ങൾ ചേനയും ചേമ്പൊക്കെ പറിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ കാണലില്ല, ഞാൻ പകലിങ്ങ് പോരൂലേ. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ.